ഇപ്പൊ നമ്മൾ ആക്ഷൻ മൂവി എന്നുള്ളൊരു കാറ്റഗറി പറയാറുണ്ട്, കോമഡി ഫിലിംസ് പറയും, ട്രാജഡി ലൈക്ക് റോം കോം ഫിലിംസ് ഒക്കെ പറയും. പക്ഷെ റീസെന്റ് ആണല്ലോ മോസ്റ്റ് വയലന്റ് മൂവി എന്നുള്ളൊരു ടാഗ് ലൈൻ കൊണ്ടുവരുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ട് രണ്ട് രീതിയിലൊക്കെ ചർച്ചകൾ വരാറുണ്ട്. ആക്ഷൻ മൂവി എന്ന് പറഞ്ഞുകൂടെ, നമ്മളൊരു വയലന്റ് മൂവി എന്ന് എന്തിനാണ് പറയുന്നത്? അപ്പൊ എങ്ങനെയാണ് വയലന്റ് മൂവി കാണാൻ ഒരുപാട് പേര് വരിക, അല്ലെങ്കിൽ അങ്ങനെ വരുന്നവര് എന്തായിരിക്കും മനസ്സിലാഗ്രഹിക്കുക? ഇതൊക്കെ സംബന്ധിച്ചിട്ട് ഇത് ഭയങ്കര രസമുള്ള കുറേ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്തിട്ടും, അല്ലെങ്കിൽ നമ്മളൊരു ഇത്തരം എന്താ പറയുക കുറേ കെട്ടുപാടുകൾക്കുള്ളിൽ നിന്നുകൊണ്ടല്ല സിനിമയെ കാണേണ്ടത്. മോസ്റ്റ് വയലന്റ് മൂവിയാണെന്നൊരു ഫിലിം മേക്കേഴ്സ് പറയുന്നുണ്ടെങ്കിൽ അവരത് പറഞ്ഞു കഴിഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാമല്ലോ എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഈ മോസ്റ്റ് വയലന്റ് മൂവിയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരം ചർച്ചകൾ നിങ്ങൾ ആക്ടേഴ്സൊക്കെ ശ്രദ്ധിക്കലുണ്ടോ? അതിനെ എങ്ങനെയാ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ അതിനെ എങ്ങനെയാ കാണുന്നതെന്ന് അറിയാനുള്ള ആ പുതിയൊരു ടേമിൻ്റെ ഒരു കോയിൻ ചെയ്ത്. അല്ല, അതിനെക്കുറിച്ച് പ്രേക്ഷകർ തന്നെ പറയുന്ന ഒരു ജാമ്യം എടുക്കലാണോ മോസ്റ്റ് വയലന്റ് എന്ന് പറയുന്നത്? ജസ്റ്റിഫൈ ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിൽ ആദ്യമേ പറയാണ് ഇത് മോസ്റ്റ് വയലന്റ് മൂവിയാണ്. ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്കൊരു കൊലപാതകയാകാൻ തോന്നും എങ്കിൽ നിങ്ങൾ ഈ ചിത്രം കാണരുത്. അവസാനം ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ കണ്ടിട്ട് ഇത് കണ്ടിട്ട് എനിക്ക് ഒരുത്തനെ കൊല്ലാൻ തോന്നി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളിത് കാണരുത്. നിങ്ങൾക്ക് അപ്പോൾ പ്രേക്ഷകന് മനസ്സിന് ഒരു ധൈര്യം വേണം. ഇത് കണ്ടാൽ ഇതിൻ്റെ 10 വയലൻറ്റ് സിനിമ കണ്ടിരുന്നാലും ഞാൻ നല്ലവനായിരിക്കും എന്ന് ഉറപ്പുള്ളവൻ പരാതി പറയില്ല, അല്ലാത്തവർ പരാതി പറയും. ഇത്തരം ചിത്രങ്ങൾ കുട്ടികളെ വഴിതെറ്റിക്കും. എന്ത് വഴിതെറ്റിക്കും? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വയലൻസ് ഉള്ള ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റും. മോശപ്പെട്ട മനസ്സാണെങ്കിൽ പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റും. പെർഫെക്റ്റ് ജെന്റിൽമാനെ ഈ വയലൻസ് സിനിമ കാണിച്ചാൽ അയാളെ സ്വാധീനിക്കാൻ പറ്റുമോ? നന്മയിൽ വിശ്വസിക്കുന്ന അതിനൊരു സിനിമയായിട്ട് തന്നെ കണ്ടിട്ട് അങ്ങ് സിനിമ കണ്ടിട്ട് സിനിമയായിട്ട് അങ്ങ് മാച്ച് കളയണം. സിനിമയായിട്ട് അങ്ങ് മാച്ച് കളയണം. അതിനേക്കാളും ക്രൂരതയുള്ള കാര്യങ്ങളല്ലേ നിത്യ ജീവിതത്തിൽ നടക്കുന്നത്. അൾട്ടിമേറ്റ് ആയിട്ട് സിനിമ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻ്റ് ആണ്. ഇതിനകത്ത് എന്ന് കരുതി എല്ലാം ഇതേപോലെ മോസ്റ്റ് വയലന്റ് മൂവി വരണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു സിനിമ വരുമ്പോൾ പ്രേക്ഷകനെ അൾട്ടിമേറ്റ് ആയിട്ട് ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ, ഒരു വ്യാവസായിക മാധ്യമം കൂടിയാണല്ലോ ഇത്. അൾട്ടിമേറ്റ് ആയിട്ട് കൂടുതൽ പ്രേക്ഷകരെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ സിനിമയുടെയും ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടി വയലൻസ് ആണ് വേണ്ടത്. ഇനിയിപ്പം അതേ വയലൻസ് അടുത്ത പടത്തിൽ കൊടുത്താൽ അക്സെപ്റ്റ് ചെയ്യില്ല, റെപ്പറ്റേഷൻ ആവും. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ഇനി ഒരു വയലന്റ് മൂവി എന്നാൽ അപ്പോൾ അക്സെപ്റ്റൻസ് കിട്ടും. ഒരേ ചൂട് പിടിച്ച് അതാണ് ട്രെൻഡ് സെറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരെണ്ണം തുടങ്ങി ഒരു 3-4 എണ്ണം വരെ ആൾക്കാർ അത് പിന്നെ അത് മാറ്റണം. ആ ട്രെൻഡ് മാറ്റുന്നതും ഇവിടെ പ്രേക്ഷകന് ബോറടിക്കുമ്പോഴാണ് പ്രേക്ഷകൻ തന്നെയാണ് ട്രെൻഡ് മാറ്റി കൊടുക്കുന്നത്. എങ്ങനെ മാറ്റി കൊടുക്കും? അവനത് പരാജയപ്പെടുത്തും. ഇത് കുറെ കണ്ടതാ, അവിടെ നിൽക്കിട്ടെന്ന്. അപ്പോൾ വേറെ കൊണ്ടുപോകാന്ന് പറയൂ. അപ്പോൾ നമ്മൾ മാറും, അടുത്ത ട്രെൻഡുമായിട്ട് വരും. ഏറ്റവും കൂടുതൽ ഇത് ഒരു വയലൻസും ഇല്ല, ഏറ്റവും റൊമാൻസിൻ്റെ പീക്ക് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയാൽ ചിലപ്പോൾ അത് ഓടും. ഇപ്പം റൊമാൻസിൻ്റെ പീക്ക്, ഇതുവരെ കണ്ട റൊമാൻസ് അല്ല, റൊമാൻസ് അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് പറഞ്ഞൊരു സിനിമ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് അത്രയും റൊമാൻസ് ഉണ്ടെങ്കിൽ, ഇതുവരെ കേട്ടതിനും അപ്പുറമായിട്ടുള്ള ഒരു റൊമാൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓടും. ഞാനിപ്പോൾ പറയാണ്, ആരെങ്കിലും എടുക്കട്ടെ, എനിക്ക് അഭിനയിക്കാം, അച്ഛൻ്റെ വേഷം വല്ലതും ചെയ്യാം, പോട്ടെ, സാരമില്ല. പ്രായത്തിൻ്റെ റൊമാൻസ് എങ്ങനെ ശരി, അതൊരു ഐഡിയ ആണ്. അതായിരിക്കും അറ്റ് ഇറ്റ്സ് പീക്ക്. പ്രായമായെങ്കിലും റൊമാൻസിന് വേണ്ടി എന്തും ചെയ്യാൻ ഒരു വിശാല മനസ്സിലുള്ള ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ചാക്കോച്ചൻ്റെ ക്യാരക്ടർ, അല്ലെങ്കിൽ വിശാഖിൻ്റെ ക്യാരക്ടർ. റൊമാൻസ് അറ്റ് ഇറ്റ്സ് പീക്ക്, വയലൻസ് അറ്റ് ഇറ്റ്സ് പീക്ക് പോലെ തന്നെ എല്ലാ ഇമോഷൻസും അറ്റ് ഇറ്റ്സ് പീക്കായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് പൊർട്രേ ചെയ്താൽ അതിന് ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാൻ കഴിയുന്നതാണ് എൻ്റെ വിശ്വാസം. പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു എസ്കേപ്പിസം ആണല്ലോ. അപ്പം നമുക്ക് ലൈഫിൽ ഒരിക്കലും ഷിഫോൺ സാരിയിട്ട് സ്വിറ്റ്സർലൻഡിൽ പോയി ഡാൻസ് ചെയ്യാൻ പറ്റില്ല, 100 പേരെ വെടിവെച്ചിടാൻ പറ്റില്ല. അപ്പം നമ്മുടെ ആ ഫാൻറ്റസി ബിഗ് സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ അത് നമുക്കൊരു ഹരം തരും. സോ ഐ തിങ്ക് ആ ഒരു ഇമോഷൻ ഓഡിയൻസിൻ്റെ ഉള്ളിലുണ്ട്. അതിപ്പോൾ ഈ വയലൻസ് മാത്രമല്ല, ചേട്ടൻ പറഞ്ഞ പോലെ എന്ത് ജോണർ ആണെങ്കിലും അതിൻ്റെ ഒരു എസ്കേപ്പിസ്റ്റ് ഒരു റിയാലിറ്റി നമുക്ക് കുറച്ച് മാറി നിൽക്കാൻ പറ്റുമ്പോഴാണ് നമുക്കൊരു ഹരം കിട്ടുന്നത്. അതിപ്പോൾ ടീച്ചറിനെ നമ്മളാരും അങ്ങനെ ലൈൻ ചെറുപ്പത്തിൽ ഓഫ് കോഴ്സ് നമുക്ക് ക്രഷൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രേമത്തിലാണ് ആദ്യമായിട്ട് ഒരു കോളേജ് ടീച്ചറിൻ്റെ അടുത്ത് പ്രപ്പോസ് ചെയ്യും, അതൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിപ്പോൾ ഒരു എസ്കേപ്പിസ്റ്റ് ഒരു ഫാൻറ്റസി ആകുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് അതിനോട് ഒരു ഇഷ്ടവും അതൊക്കെ ഓഫ് കോഴ്സ് ബ്രില്യൻ്റ്ലി പെർഫോംഡും ആണ്. പ്രേമത്തിൽ വന്നിട്ടുണ്ട്, അതേപോലെ മുമ്പ് ചാമരത്തിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു എസ്കേപ്പിസം വരുമ്പോൾ അതൊരു ഐ തിങ്ക് ഓഡിയൻസിനെ എക്സൈറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. ഈ റൊമാൻറ്റിക് മൂവീസിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോഴാണ്, കുഞ്ചാക്കോബിന് ഇനി ഒരു റൊമാൻറ്റിക് സിനിമ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ അത് പിക്ക് ചെയ്യുക, അല്ലെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ, ഞാനിനി റൊമാൻറ്റിക് സിനിമ ചെയ്യുകയാണെങ്കിൽ അതിന് ഇന്ന ഒരു സംഗതിയാണ്? മുൻപത്തെ ഒരു ഇൻ്റർവ്യൂവിൽ ജഗദീശൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഒരു അപ്പുകുട്ടൻ വരുവാണെങ്കിൽ അത് ആ അപ്പുകുട്ടനാവരുത്,
ഇന്നത്തെ കാലത്തിന് ചേരുന്ന ഒരു അപ്പുകുട്ടനാണ്. ഇപ്പോൾ ഒരു റൊമാൻറ്റിക് സിനിമയായിട്ട് അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഈ പറയുന്ന പോലെ റൊമാൻസ് അറ്റ് ഇറ്റ് സ്പീക്ക് എന്ന് പറഞ്ഞൊരു സിനിമ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഗെയിം ഫോർ ഇറ്റ്. അതെ അതെ, നമ്മളെല്ലാരും കാത്തിരിക്കുകയാണ് ആരെ നായകനാക്കണമെന്നുള്ളത് സംവിധാനം തീരുമാനിച്ചു. മൂന്നുപേരും റെഡിയാണ്. 3 കൊടൂര വില്ലന്മാർ ഞങ്ങൾ റെഡിയാണ്. ചെയ്യാൻ റെഡി ആയിട്ട് ആരെങ്കിലും സ്നേഹിക്കൂ എന്നൊക്കെ അതെ അതെ അതെ.